കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥയെ ഓടിച്ചിട്ട് പിടികൂടി. കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെയാണ് വിജിലൻസ് ഓടിച്ചിട്ട് പിടികൂടിയത്. പൊന്നുരുന്നിയിൽ വെച്ചായിരുന്നു സംഭവം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാമ, കൈക്കൂലി വാങ്ങാൻ എത്തിയ ഘട്ടത്തിലാണോ വിജിലൻസ് ഇവരെ പിടികൂടാൻ എത്തുകയും അവർ ഓടിപ്പോവുകയും തുടർന്ന് പിന്നാലെ എത്തി അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്? വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? ഇന്ന് വൈകുന്നേരം പൊന്നുരുന്നിയിലാണ് ഈ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന 2 കുട്ടികളുമായി കാറിൽ കൈക്കൂലി വാങ്ങാനായി എത്തിയത്. 15,000 രൂപയായിരുന്നു ഇവർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത്. വിജിലൻസ് പിടികൂടുമെന്ന ഘട്ടമായപ്പോൾ ഇവരത് തിരിച്ചറിഞ്ഞ് ഇവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ പുറകെ ഓടി പൊന്നുരുന്നിയിൽ വെച്ചാണ് ഇവരെ പിടികൂടുകയും തിരികെ എത്തിക്കുകയും ചെയ്തത്. കൈക്കൂലി വാങ്ങി എന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ അവിടെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. സ്വന്തം കുട്ടികളുമായി എത്തിയാണ് ഇവർ കൈക്കൂലി വാങ്ങാനായി അവിടെ എത്തിയിരുന്നത്. ശ്യാമ, സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥ എന്ന ഒരു ദുഷ്പേരുള്ള ഉദ്യോഗസ്ഥയാണോ ഇപ്പോൾ പിടിയിലായത്? വിജയകുമാർ, വൈറ്റിലയിലെ കോർപ്പറേഷന്റെ സോണൽ ഓഫീസ്, അത് കൈക്കൂലിക്കാരുടെ താവളമെന്ന് നേരത്തെ വിജിലൻസ് തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ കൈക്കൂലിയുമായി പിടികൂടിയത്. മുൻപും ഇവർക്കെതിരായിട്ട് കൈക്കൂലി വാങ്ങുന്നതായി പരാതികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് തെളിവ് സഹിതം അത് കൈക്കൂലിയുമായി തന്നെ പിടിക്കപ്പെടുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയാണ് വിജിലൻസ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഓടിച്ചിട്ട് പിടികൂടിയത്. പണം കൈപ്പറ്റാൻ വരുന്നു. ആ ഘട്ടത്തിൽ വിജിലൻസിന്റെ സാന്നിധ്യം അറിഞ്ഞ് അവർ രക്ഷപ്പെടുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർ പിന്നാലെ പോയി അവരെ പിടികൂടുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങൾ, പിടികൂടിയതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. നേരത്തെയും ഇവർക്കെതിരെ സമാനമായ കൈക്കൂലി ആരോപണങ്ങൾ, പരാതികൾ നിലവിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വിജിലൻസിന്റെ വലയിൽ ഇപ്പോൾ ഈ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥ കുടുങ്ങിയത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.